എന്റെ മാരേജിന്റെ ടൈമിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നതാണ്, കല്യാണം കഴിക്കുന്നതാണ്. എന്നാലേ സക്സസ് ഉള്ളൂ ലൈഫിന്. ബാക്കി എന്ത് സക്സസ് ചുറ്റിനും ഉണ്ടെങ്കിലും നല്ലൊരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമാവുമെന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമന്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഞാൻ നടിയായിരുന്നു, പൈസ ഏൺ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു. പക്ഷേ ഐ ഡിഡന്റ് നോ. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ആ തെറ്റുകൾ എല്ലാവരെയും പോലും ഞാനും ആ തെറ്റുകൾ ശരിയാണ് എന്ന് വിശ്വസിച്ചു. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, എത്രമാത്രം പണമോ, എത്ര വീടുകളോ, എത്ര വണ്ടികളോ, എത്ര സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ മനസ്സ് ഏറ്റവും സന്തോഷിക്കുന്നത് അവൾ സ്നേഹിക്കപ്പെടുമ്പോഴും ബഹുമാനിക്കപ്പെടുമ്പോഴും. എന്റെ ലോകം എന്റെ അമ്മയാണ്, അമ്മയുടെ ആഗ്രഹം മാത്രമാണ് എന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു ഭർത്താവ്, വിവാഹ ജീവിതത്തിൽ തന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു എന്ന് തുറന്നു പറയുന്ന ഒരു ഭാര്യ. നവ്യ നായരുടെയും സന്തോഷ് മേനോന്റെയും ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അവർ വേർപിരിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറഞ്ഞവർക്ക് മുന്നിലേക്ക് വന്ന ആ ഒരു വീഡിയോ എന്തിന്റെ സൂചനയായിരുന്നു? ഇതിനിടയിലേക്ക് നടി മഞ്ജു വാര്യരുടെ പേര് വലിച്ചിഴക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ്? 14 വർഷത്തിന് മൗനത്തിന് ശേഷം മഞ്ജു നേടിയെടുത്തതും വിവാഹശേഷം നവ്യ തിരിച്ചുപിടിച്ചതും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം ഇതാണ്. മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ നായികമാർ എപ്പോഴും ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അപ്രത്യക്ഷരാകാറാണ് പതിവ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയാകണം നായികയുടെ ലൊക്കേഷൻ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തച്ചുടച്ച 2 വ്യക്തിത്വങ്ങളാണ് മഞ്ജു വാര്യരും നവ്യ നായരും. ഒരാൾ 90കളിലെ വിസ്മയമായിരുന്നെങ്കിൽ മറ്റൊരാൾ 2000ങ്ങളിലെ പ്രിയങ്കരിയായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇവരുടെ തിരിച്ചുവരവുകളെ കുറിച്ചും അതിനെ സമൂഹം എങ്ങനെയൊക്കെ നോക്കി കാണുന്നു എന്നതിനെയൊക്കെ കുറിച്ചുമാണ്. കൂടെ നിലനിൽക്കുന്ന ചില ഗോസിപ്പുകളുടെ സത്യാവസ്ഥയും. മഞ്ജു വാര്യർ എന്ന ലേഡി സൂപ്പർ സ്റ്റാർ, അവരുടെ അതിജീവനം, അവരുടെ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ സല്ലാപം മുതൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് വരെ മഞ്ജു ചെയ്ത കഥാപാത്രങ്ങൾ വെറും 3 വർഷം കൊണ്ട് അവർ നേടിയെടുത്ത അതിന്റെ ഒരു സ്വാധീനം തന്നെ. അതിനുശേഷം 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് 14 വർഷം അവർ മൗനമായിരുന്നു. ഒരു സൂപ്പർ നായിക പൂർണ്ണമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറി നിന്ന ഒരു കാലം. പിന്നീട് അവരുടെ തിരിച്ചുവരവ് ഭയങ്കര ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. അതായത് 30കളിൽ കരിയർ അവസാനിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ 36-ാം വയസ്സിൽ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയുള്ള തന്റെ ഉദയം, അത് എല്ലാവരെയും വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ മഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഡിഗ്നിറ്റിയാണ്. വിവാഹമോചനത്തെ കുറിച്ചോ വ്യക്തിപരമായിട്ടുള്ള തകർച്ചകളെ കുറിച്ചോ അവർ ഒരു വാക്കുപോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പഴിചാരികളൊന്നും ഇല്ലാതെ തന്നെ പീരിയലുകൾ എങ്ങനെ സാധ്യമാകുമെന്ന് മഞ്ജു കാണിച്ചു തന്നു. ഇത് സമൂഹത്തിൽ അവർക്കൊരു ക്ലീൻ ഇമേജ് നൽകി. അടുത്തൊരു വ്യക്തിത്വമാണ് നടി നവ്യ നായർ. ഇന്നും ബാലാമണി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതും ആ ഒരു നടി തന്നെയാണ്. അവരുടെ മുംബൈ ജീവിതം എങ്ങനെയായിരുന്നു? അതായത് വിവാഹശേഷം സന്തോഷ് മേനോനോടൊപ്പം മുംബൈയിലേക്ക് പോയ നവ്യയെ മലയാളി പിന്നീട് കാണുന്നത് വർഷങ്ങൾക്കിപ്പുറമാണ്. നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മൾട്ടിനാഷണൽ സിറ്റിയിലെ ജീവിതവും അവിടുത്തെ ഒറ്റപ്പെടലുകൾ തന്നെ എങ്ങനെ ബാധിച്ചു എന്ന്. നവ്യയുടെ പുതിയ ഇന്റർവ്യൂകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അവർ തന്റെ ദാമ്പത്യത്തിലെ വിട്ടുവീഴ്ചകളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. എന്റെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള നവ്യയുടെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി. ഇവിടെ ഈ ഒരു കാര്യത്തില് നവ്യ ഒരുപാട് പേര് വിമർശിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? മഞ്ജുവിനെ പോലെ എല്ലാം ഉള്ളിൽ ഒതുക്കാതെ നവ്യ തുറന്ന് സംസാരിക്കുന്നത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തിനാണ് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നതും എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. എന്നാൽ തന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ തുറന്നു പറയാൻ ഒരു സ്ത്രീക്ക് അവകാശമില്ലേ? നവ്യയെ വിമർശിക്കുന്നവർ കാണാതെ പോകുന്നതും അവരുടെ ആത്മസംഘർഷങ്ങളാണ്. സന്തോഷ് മേനോനും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബം, ഇതൊന്നും പുറം ലോകം അറിയാത്തത് കുറേയേറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഇതിനിടയിൽ തന്നെ നവ്യ നായരും സന്തോഷ് മേനോനും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വന്നത്. ഈ ഗോസിപ്പുകൾക്കൊക്കെ എല്ലാം ഒരു അന്ത്യമുണ്ടായിരുന്നു. നവ്യയും സന്തോഷും വേർപിരിഞ്ഞു എന്ന വാർത്തകൾക്ക് വിരാമമിട്ടത് സന്തോഷിന്റെ അമ്മയുടെ വീഡിയോയാണ്. മുംബൈയിലെ തിരക്കുള്ള ബിസിനസ്സുകാരനായ സന്തോഷ് അമ്മയുടെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ്. എന്റെ മകന്റെ സാന്നിധ്യം മാത്രമാണ് പ്രധാനം എന്ന് പറയുന്ന അമ്മയും അവർക്ക് വേണ്ടി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്ന ഒരു മകനും. സന്തോഷ് തന്റെ കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണ്. നവ്യെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ഡാൻസ് സ്കൂൾ തുടങ്ങാനും സഹായിച്ചത്. ഇവിടെ 2 വ്യക്തിത്വങ്ങൾക്ക് 2 താല്പര്യങ്ങളാണ് ഉള്ളത് കൊണ്ട് അവർ മാറി താമസിക്കുന്നേ ഉള്ളൂ. അതൊരിക്കലും വേർപിരിയലല്ല, മറിച്ച് ഒരു അറേഞ്ച്മെന്റ് ആണ്. എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു സദാചാര പോലീസുകാരുണ്ടാകുമല്ലോ.
നമ്മൾ മലയാളികൾ എന്തിനാണ് എപ്പോഴും ഈ താരങ്ങളെ താരതമ്യം ചെയ്യുന്നത്? മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നതും അവരുടെ ശൈലി, അതുപോലെ നവ്യ നായർ സംസാരിക്കുന്നതും അവരുടെ ശൈലി. രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരാളെ പുകഴ്ത്താൻ മറ്റൊരാളെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമുണ്ടോ? മഞ്ജു ഇറങ്ങിപ്പോകുന്നത് മാന്യതയാണെന്നും നവ്യ കുടുംബത്തിൽ തുടർന്നുകൊണ്ട് തന്റെ ശബ്ദം ഉയർത്തുന്നത് മോശം. ഇതെന്ത് ന്യായമാണ്? ഓരോ ദാമ്പത്യം ഓരോ പരീക്ഷണശാലയാണ്. അവസാനം നമ്മൾ കാണേണ്ടത് ഇവരുടെ ഊർജം തന്നെയാണ്. 40കളിലും നൃത്തവേദികളിൽ വിസ്മയം തീർക്കുന്ന നവ്യ നായരും പാൻ ഇന്ത്യൻ സിനിമകളിൽ നായികയാകുന്ന മഞ്ജു വാര്യറും നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പ്രായമോ ദാമ്പത്യമോ വ്യക്തിപരമായിട്ടുള്ള തകർച്ചകളോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുത് എന്നുള്ളത്. സന്തോഷ് മേനനും നവ്യയും അവരുടെ മകനും സന്തോഷത്തോടെ ഇരിക്കട്ടെ. മഞ്ജു തന്റെ ജൈത്രയാത്രയും തുടരട്ടെ. ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരെയും പോസിറ്റീവ് വശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കും സാധിക്കണം. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു വിചിത്രമായ കാലത്താണ്. ഒരു സ്ത്രീ തന്റെ കരിയറിൽ വിജയിക്കുമ്പോൾ അവൾ കുടുംബം നോക്കാത്തവളാണ് എന്ന് നമ്മൾ പറയും. അവൾ കുടുംബത്തിന് വേണ്ടി കരിയർ വിടുമ്പോഴും അവൾക്ക് അസ്തിത്വമില്ല എന്ന് പറയും. മഞ്ജു വാര്യരെയും അതുപോലെ നവ്യ നായരെയും താരതമ്യം ചെയ്യുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു. അവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. മഞ്ജു വാര്യർ തന്റെ മൗനത്തിലൂടെ ഒരു വലിയ സന്ദേശം നൽകി. എന്റെ സ്വകാര്യ ജീവിതം എന്റേത് മാത്രമാണ്. എന്നാൽ നവ്യ നായർ തന്റെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മറ്റൊരു വലിയ പാഠമാണ് നൽകുന്നത്. വിട്ടുവീഴ്ചകൾക്ക് ഒരു പരിധിയുണ്ട്. സ്വന്തം സ്വപ്നങ്ങൾക്ക് വിലയുണ്ട്. സന്തോഷ് മേനൻ എന്ന ബിസിനസ്സുകാരൻ തന്റെ അമ്മയെ പരിചരിക്കാൻ സമയം കണ്ടെത്തുന്നതും നവ്യ തന്റെ നൃത്തവേദികളിൽ കീഴടക്കുന്നതും അവരുടെ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ്. അവരെ പരസ്പരം പഴിചാരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചില സദാചാര ബോധങ്ങളുടെ ഒരു കുഴപ്പമാണ്. ഒരു ദാമ്പത്യം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാണ്. അതിൽ അവർ എങ്ങനെ സന്തോഷം കണ്ടെത്തണം എന്നത് അവർ മാത്രം തീരുമാനിക്കട്ടെ. നമ്മൾ ഇന്ന് നൽകുന്ന സന്ദേശവും ലളിതമാണ്. മറ്റൊരാളുടെ ജീവിതത്തെ പുറമെ നിന്ന് ജഡ്ജ് ചെയ്യുന്നത് നിർത്താം. മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നത് മാന്യതയാണെങ്കിൽ നവ്യ നായർ ശബ്ദം ഉയർത്തുന്നത് ധീരതയാണ്. സന്തോഷ് മേനൻ തന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകനാണെങ്കിൽ നവ്യ ആ കുടുംബത്തിന്റെ അഭിമാനമായിട്ടുള്ള മകളുമാണ്. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും സ്വപ്നങ്ങൾ ഉണ്ടാകാം. അത് വിവാഹത്തോടെ അവസാനിക്കേണ്ട ഒന്നല്ല എന്ന് ഈ രണ്ട് താരങ്ങൾ തെളിയിക്കുന്നുണ്ട്. കലഹങ്ങളല്ല, മറിച്ച് പരസ്പര ബഹുമാനമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത്. എന്തായാലും നവ്യയുടെയും സന്തോഷ് മേനോന്റെയും ജീവിതത്തെ കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് വിരാമമിട്ട് അവരുടെ കരിയറും കുടുംബത്തിനും നമുക്ക് ആശംസകൾ നേരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നവ്യയുടെ ആത്മവിശ്വാസമാണോ അതോ മഞ്ജുവിന്റെ പക്വതയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റ്സും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. സിനിമയിലെയും ജീവിതത്തിലെയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.